നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് കാർട്ടൂൺ പടങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടം, ആനിമേഷനൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടി പടങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇമോഷണലി ഗ്രിപ്പ് ചെയ്യുന്ന പടങ്ങൾ. ഇതൊരു അക്വയർഡ് ടേസ്റ്റാണ്, ഒരു ലോഫ്റ്റി ആയിട്ടുള്ള തിങ്കിങ്ങും ബൗദ്ധികമായിട്ടുള്ള സിനിമകളൊക്കെ. ഐ വാസ് വെരി ഫോർച്ചുനേറ്റ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ബ്രയറ്റും ബെക്കറ്റും ശങ്കരപിള്ളയും കാവാലവും ജോസ് ചെറുമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, അതൊക്കെ നമ്മുടെ ടേസ്റ്റിനെ രൂപപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇറ്റ് വാസ് ക്വൈറ്റ് നാച്ചുറൽ. ഞാൻ തിരിച്ചു വന്നപ്പോൾ ആദ്യം പ്രിയനന്ദനൻ നാടകം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അറിയുന്ന പ്രിയനന്ദനൻ ചെയ്യുന്ന സിനിമ, അന്നേരം അദ്ദേഹം നാഷണൽ അവാർഡൊക്കെ കിട്ടി നിൽക്കുന്ന സമയമാണ്. അങ്ങനെയാണ് സൂഫി പറഞ്ഞ കഥയുണ്ടാകുന്നത്. പി കുഞ്ഞിരാമൻ നായരുടെ ബയോപിക്ക് പറഞ്ഞപ്പം രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ബാലേട്ടനുമായിട്ട് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലോകത്തിലെ രാഷ്ട്രീയം കുറച്ചുകൂടി ഒരു ഇന്റർനാഷണൽ ലെവലിൽ കാണാൻ പറ്റിയപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഇനിഷ്യേറ്റീവ് എന്ന നിലയിൽ ദളിത് വിഷയങ്ങളും ആദിവാസി, നമ്മളെങ്ങനെയാണ് നമ്മുടെ ഭൂപരിഷ്കരണവും നമ്മുടെ ഒരു ഫേസ് കഴിഞ്ഞിട്ട് ഇപ്പം ബാക്കി നിൽക്കുന്ന രാഷ്ട്രീയ പ്രശ്നമായിട്ട് അത് കൃത്യമായിട്ട് കാണാൻ പറ്റി. അത് തീർച്ചയായിട്ടും ഡോക്ടർ ബിജുവും ജയൻ ചെറിയാനും ഒക്കെ എൻ്റെ ആ വീക്ഷണത്തെ രൂപപ്പെടുത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള രാഷ്ട്രീയ ഇഷ്യൂസ്, കാരണം ലോകം മുഴുവൻ ഇടതും വലതും നിന്നിട്ട് തമ്മിൽ തല്ലുകയും ചെയ്യുമ്പോൾ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് വേറെയാണെന്നും, ഈ ക്യാപിറ്റലും കോർപ്പറേറ്റും ടെക്നോളജിയും ഒക്കെ കൂടി ഒരു സൈഡിലും സാധാരണക്കാരനും അവരുടെ പ്രശ്നങ്ങളും മറ്റേ സൈഡിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. നമ്മളെപ്പോഴും നമ്മളെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് റൈറ്റ് നറേറ്റീവാണ്. ആ നെറേറ്റീവിൻ്റെ പ്രത്യേകിച്ച് സത്യാനന്ദ കാലം എന്നൊക്കെ നിങ്ങൾ മീഡിയക്കാർ പറയുന്ന പോലെ സത്യത്തിനെയും അസത്യത്തിനെയും ഒരേ ലെവലിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പിന്നെ ആർക്കാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഈ നെറേറ്റീവുകൾ ഇങ്ങനെ ഫ്ലഡ് ചെയ്യാൻ പറ്റുന്ന അവരാണ് സത്യത്തെ തീരുമാനിക്കുന്നത് എന്നുള്ളൊരു സ്ഥിതി വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഇഷ്യൂസിനെ പറ്റിയിട്ട് സിനിമകൾ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത്തരം ചിത്രങ്ങൾക്കുള്ള ഓഡിയൻസ് തിൻ ആൻഡ് നാരോ ആണ്. ഒരു തിയേറ്ററിൽ ആള് നിറച്ചോടി പണം വാരി അത്തരം ചിത്രങ്ങളെ പോലെയല്ല ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും, അല്ലെങ്കിൽ ഒരുപാട് കാലത്തോളം അത് ശ്രദ്ധിക്കപ്പെട്ടിരിക്കും, അത് ആൾക്കാർ കണ്ടെന്നിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി തിൻ ആൻഡ് വൈഡ്. അപ്പോൾ വേറൊരു രീതിയിലുള്ള ഗോ ടു മാർക്കറ്റ് അപ്രോച്ചാണ് ആ ചിത്രങ്ങൾക്ക് വേണ്ടത്. ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഓസ്കാർ ക്യാമ്പയിൻസ്. അപ്പോൾ ആ രീതിയിലാണ് ഈ ചിത്രങ്ങളോടും അതിനെ തുടർന്ന് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ടുള്ള യാത്രയും തുടങ്ങുന്നത്.